നമസ്കാരം, ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോകളിൽ ഒരു ഷോർട്ടേജ് ഉണ്ട്, ഇടാനൊരു കാലതാമസം വരുന്നുണ്ട്. യാത്രകൾ, പൂജകൾ, കർമ്മങ്ങൾ, ക്ലാസ്സുകളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കുകളാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ തിരക്കുകൾ വരുമ്പോൾ വീഡിയോയുടെ കാര്യം നമ്മൾ വിട്ടുപോകും. കാരണം അതിനെക്കാട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഈ പൂജകളിലും കർമ്മങ്ങളിലും ഒക്കെ ആയതുകൊണ്ട് വീഡിയോയുടെ കാര്യം വിട്ടുപോകുന്നു. എങ്കിലും ഒരുപാട് കണ്ടൻസ് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ പെട്ടെന്നൊന്ന് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം അല്ലെങ്കിൽ ഒരു കണ്ടന്റ്, ചില ഫോൺ കോളുകൾ വരുമ്പോഴാണല്ലോ ചില കണ്ടന്റുകൾ, ചില ത്രെഡുകൾ നമ്മളെ മനസ്സിലേക്ക് വരിക. അപ്പം ഇന്ന് ഒരു സംസാരിക്കേണ്ട വിഷയം കൂടുതലും വശ്യകർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇതേപോലെയുള്ള കർമ്മങ്ങൾ കൺസൾട്ടിങ് എടുക്കുന്നതുകൊണ്ടാണോ ഒരുപാട് ഇങ്ങനെയുള്ള കാമുകന്മാര്, പ്രണയിതാക്കള്, പിന്നെ വിവാഹേതര ബന്ധങ്ങളുള്ളവര്, ലവ് ആഫ്റ്റർ മാരേജ്, അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം ഭാര്യയോ ഭർത്താവോ ഇരിക്കെ തന്നെ മറ്റൊരു റിലേഷനിലേക്ക് പോകുന്നവർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ടൊക്കെ സംവദിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. നേരിട്ട് അല്ലെങ്കിൽ പോലും ഫോണിലൂടെ. എൻ്റെ കർമ്മങ്ങളിൽ ഒരു 95% ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഇപ്പം അതാ ഒരു കർമ്മ റിസൾട്ട് ആയിക്കൊണ്ടിരിക്കണം, ആ കർമ്മത്തിൻ്റെ ആളെ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. റിസൾട്ട് ആകുമ്പോൾ അവർ അതിൻ്റെ എത്രയാണോ പറഞ്ഞിരിക്കുന്ന പൂജയുടെ പണം, അവർ ആ പണം അയച്ചു തരിക മാത്രമാണ്, അവരുടെ സന്തോഷം മാത്രമാണ്. അപ്പോൾ നേരിട്ട് കണ്ടില്ലെങ്കിലും ഫോണിലൂടെയാണല്ലോ, സംസാരത്തിലൂടെയാണ് പല ആൾക്കാരുടെ അവസ്ഥകളാണ് ഈ വശ്യത്തിലേക്കൊക്കെ എത്തിക്കുന്നതിന് പ്രധാന കാരണം. ഡിപ്രഷനിലേക്കൊക്കെ പോവുക, അല്ലെ ആ അവസ്ഥയിലേക്കൊക്കെ പോകുന്ന പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ മാത്രമൊന്നുമല്ല. അപ്പോൾ കാമുകി പിണങ്ങിപ്പോയി എന്ന് പറഞ്ഞ ഒരുപാട് പുരുഷന്മാർ ഒരുപാട് കർമ്മങ്ങൾക്ക് പൈസ മുടക്കിയതും ഒരുപാട് സ്ഥലത്ത് പോയതും ഒക്കെ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് രണ്ടുപേരും ഒരേപോലെയാണ്, അല്ലാതെ അതിനകത്ത് വേർതിരിവ് കാണുന്നില്ല. അപ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇവര് വശ്യം എന്ന് പറഞ്ഞ വിഷയത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇത്ര ഇവർക്ക് ഈ ഒരു കാര്യങ്ങളിൽ കൂടുതൽ ആകർഷണം, അല്ലെ കൂടുതൽ ഇതിലേക്ക് ഒരു ചിന്തകളൊക്കെ വരുന്നതെന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പല ആൾക്കാരും വിളിക്കുമ്പോൾ അവരോട് ഞാൻ പലപ്പോഴും പല കർമ്മങ്ങളും ചെയ്യത്തില്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ അവർക്കുണ്ടാകുന്ന ചിലപ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ദേഷ്യമൊക്കെ ഉണ്ടാവും നമ്മളോട്. ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ ഇയാളെന്നൊരു മനുഷ്യനാണ്, ചെയ്തു തന്നുകൂടെ, ഞങ്ങളുടെ അവസ്ഥ മനസ്സിലായിക്കൂടെ എന്നൊക്കെ ചിന്തകളുണ്ടാകും. കാരണം ചിലപ്പോൾ എനിക്ക് എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ പറ്റണമെന്നില്ല. ചുമ്മാ കുറേ പേരുടെ കർമ്മം ചെയ്തേക്കാന്ന് പറഞ്ഞാൽ അവരെ ആശിപ്പിച്ച് കുറേ സമയം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥയില്ല. ചെയ്യാവുന്ന കർമ്മം പോലും ചിലപ്പോൾ കാലങ്ങളോളം ചെയ്ത് കഴിയുമ്പോൾ ആ സമയമാകുമ്പോൾ ചിലപ്പോൾ നടക്കാതൊക്കെ വരുന്ന കേസുണ്ട്. അതുപോലും നമുക്ക്, കാരണം നിങ്ങൾ തരുന്നൊരു അഡ്വാൻസോ അല്ലെങ്കിൽ ദക്ഷിണയോ വെച്ചിട്ടൊന്നും ഒരിക്കലും കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല, അറിയാമല്ലോ. അപ്പോൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഒരുപാട് പൈസ ചെലവ് വരും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ആ കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ട് അവസാനം നടന്നില്ലെങ്കിൽ ആ പൈസ എൻ്റെ കയ്യിൽ പോവുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയൊക്കെ വരും. അപ്പൊ നമ്മൾ മാക്സിമം നടക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുക. അപ്പൊ ഒരിക്കല് എന്നോടൊരു ആള് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്നോട് പറഞ്ഞു ഒന്ന് പ്രശ്നം വെച്ച് നോക്കാനാണ്, വശ്യമാണ്, ഒന്ന് വശീകരിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു ഒരാളെ. ഞാൻ പറഞ്ഞു എന്താണ് കാര്യം എന്ന് ചോദിക്കാറുണ്ട്, പ്രശ്നം വെച്ച് നോക്കാറുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നം വെച്ച് നോക്കിയ സമയത്ത് അവർ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ച ആളാണ്, കുട്ടികളുണ്ട്, അദ്ദേഹവും വിവാഹം കഴിച്ച ആളാണ്, കുട്ടികളുണ്ട്. അപ്പോൾ എടുത്തതായി ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കേസല്ല, ഞാൻ ഇങ്ങനെയുള്ള കേസ് ചെയ്യില്ല. നിങ്ങളുടെ സാഹചര്യമൊക്കെ ആവാം, പക്ഷേ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, എന്തുകൊണ്ട് സാറ് ചെയ്യുന്നില്ല? സമൂഹത്തിന് മുന്നിൽ തെറ്റായിരിക്കാം, അല്ലെ സാറിന്റെ മുന്നിൽ ഞങ്ങൾ ചെയ്യുന്ന തെറ്റായിരിക്കാം. ഞങ്ങൾ രണ്ട് ഫാമിലിയും അല്ലെങ്കിൽ രണ്ട് ഫാമിലിയും കളഞ്ഞിട്ട് കൂടെ ഒരുമിച്ച് താമസിക്കണമെന്നോ വിവാഹം കഴിക്കണമെന്നോ ഒന്നുമല്ല. എന്നെ ഒന്ന് വിളിക്കുക, എന്നോട് സംസാരിക്കുക, അല്ലെ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുക, എന്നോട് കരുതലോടെ ഞാനുണ്ട്, കൂടെ ഉണ്ട്, കെയറിങ് ഒരാൾ നിൽക്കുക എന്നൊക്കെ ഉള്ളൂ എനിക്കെന്നൊക്കെ പറഞ്ഞു. സംഭവമൊക്കെ ശരിയാന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞാലും അതൊരു തെറ്റല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ശരിയല്ലല്ലോ ഇത്. കാരണം നിങ്ങൾ ആ ഭർത്താവിനെ ചതിക്കുകയല്ലേ, അല്ലെ ഭാര്യയെ ചതിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു വാക്ക് വല്ലാണ്ടങ്ങ് കൊണ്ടിട്ടുണ്ട്. കാരണം എന്നോട് ചോദിച്ചു, സാറിനൊക്കെ ശരിക്കും ഇത് അനുഭവത്തിലില്ലാത്തതുകൊണ്ടാണ് സാർ ഇങ്ങനെ പറയുന്നത്, സാർ ഈ അവസ്ഥയിലൂടെ കടന്നുപോയല്ലേ, അനുഭവത്തിലൂടെ കടന്നു പോയാൽ സാറിന് മനസ്സിലാവും എന്താണ് ഇതിന്റെ കാര്യം, അല്ലെ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ കാര്യകാരണ സഹിതം ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവർ പോകാനുണ്ടായ സാഹചര്യം. ആ സാഹചര്യം കൊണ്ടായിരിക്കാം പോയത്. അത് പുരുഷനായാലും സ്ത്രീ ആയാലും മറ്റു റിലേഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ട്. ഒരു 20% അല്ലെ 30% ആൾക്കാരൊക്കെ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ പറയുന്ന സെക്ഷൽ റിലേഷന് വേണ്ടിയൊക്കെ പോകാറുണ്ടായിരിക്കാം. അതൊക്കെ ഉണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. 20% ആൾക്കാർ അങ്ങനെ തന്നെ ആയിരിക്കാൻ പോകുന്നത്. മറ്റ് അവർക്ക് വേറെ കമ്മിറ്റ്മെന്റോ അല്ലെ മറ്റ് പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ ഇവരുടെ കൂടെയുള്ള പാർട്ണറിൽ നിന്ന് നല്ല ഇത് കിട്ടിയിട്ടും പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. എങ്കിലും ബാക്കിയുള്ള 80% ആൾക്കാരും
എന്തുകൊണ്ടാണ് പോകുന്നത് എന്നുള്ള വളരെ വിചിത്രമായ കുറേയധികം കാര്യങ്ങളുണ്ട്. ചെറുപ്പത്തിലെ കിട്ടാതിരുന്ന സ്നേഹം കിട്ടാതെ, വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹം, നാട്ടിൽ നിന്ന് കിട്ടാത്ത കെയറിങ്, നാട്ടിൽ നിന്ന് അവഗണന, വീട്ടിൽ നിന്ന് അവഗണന, ആ പ്രതീക്ഷയുടെ വിവാഹം കഴിച്ച് ചെല്ലുന്നുണ്ടാവും. വിവാഹം കഴിച്ച് ചെല്ലുന്ന അവിടുന്ന് പാർട്ണറിൽ നിന്നും പ്രതീക്ഷിച്ച ഒരു സ്നേഹം കിട്ടുന്നില്ല. അല്ലെങ്കിൽ പ്രേമിച്ച് നടന്ന സമയത്തൊക്കെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. 8, 9, 10 വർഷമൊക്കെ സ്നേഹിച്ച് നടന്നിട്ട് വിവാഹം കഴിച്ചു കഴിയുമ്പോഴാണ് ഇവർ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകുന്നത്. ഒരു കെയറിങ് ഇല്ല, സ്നേഹമില്ല, അടിക്കുന്നു, തൊഴിക്കുന്നു, ഇടിക്കുന്നു, ചീത്ത വിളിക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, ഒക്കെ ഉണ്ടാവാം. മറ്റ് ബന്ധങ്ങളിലേക്ക് അവർ പോകുന്നു. ഇതൊക്കെ സഹിച്ച് നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ഇവരുടെ ജീവിതത്തിലേക്ക് കണക്ഷനായിട്ട് വരും. ആ വരുന്ന ആള് സംസാരിച്ച് അവരുടെ കെയറിങ്, അവരുടെ സ്നേഹം, അവരുടെ സന്തോഷം, ചിലപ്പോൾ ഇവർ തമ്മിൽ ഒരിക്കലും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവാം. ആ സ്നേഹം, ഒരു കെയറിങ് അവർക്ക് സന്തോഷം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് അവർ വീണു പോകുന്നുണ്ടാവും. അപ്പൊ ഞാൻ ശരിയാണ് പറഞ്ഞത്. പക്ഷേ കർമ്മത്തിന്റെ അവസ്ഥയിൽ നോക്കുമ്പോഴേ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കർമ്മത്തിന്റെ അവസ്ഥയിൽ നോക്കുമ്പോൾ ഓൾറെഡി ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, എനിക്കത് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള സത്യം. വിജയിക്കത്തില്ല, ചുമ്മാ ചെയ്തിട്ട് കഥയില്ല, വിജയിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനത് ഉഴപ്പിവിടുന്നത്. കാരണം നമ്മൾ പാർട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്നേഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ, അപ്പം ലവർ ആയിക്കോട്ടെ, വിവാഹം കഴിക്കാനായിക്കോട്ടെ, വിവാഹം കഴിച്ചവരായിക്കോട്ടെ, വിവാഹേതര ബന്ധങ്ങളായിക്കോട്ടെ, പലപ്പോഴും പലരും പറയുന്ന പരാതി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇന്നൊരാളെന്നെ വിളിച്ചു, ഒരുപാട് പൈസ അവൾക്ക് വേണ്ടി മുടക്കി, 10,50,000, 1,00,000 രൂപയോളം ഞാൻ കാശായിട്ട് കൊടുത്തു, പല സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അവസാനം അവള് എന്നെ തേച്ചിട്ട് വേറൊരാളൂടെ പോയി. അവിടെ ഇയാളുടെ ജീവിത സമ്പാദ്യങ്ങളായിരിക്കും അവിടേക്ക് കൊടുത്തേക്കുന്നത്. വേറൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു, കുറെ അവരുടെ വീട്ടുകാരെ സഹായിച്ചു, ഉമ്മയെ സഹായിച്ചു, മറ്റവരെ സഹായിച്ചു, മറ്റവരെ സഹായിച്ചു, കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവരും കുറേ അധികം കാശ് കൊടുത്തിട്ടുണ്ട്. ഗൾഫിലുള്ള ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വിളിക്കുമ്പം അവരെ സ്നേഹത്തോടെ അല്ലെ മറ്റ് ഇതിലൂടെയൊക്കെ അവരെ സഹകരിച്ച് നിൽക്കുന്നവരൊക്കെ കുറെ പണം അവരിൽ നിന്ന് അപഹരിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ലക്ഷ്യത്തോട് വരുന്ന ആൾക്കാർ ഉണ്ടാവാൻ കേട്ടോ. അപ്പൊ നമ്മൾ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ, അത് ലവർ ആയാലും പാർട്ട്ണർ ആയാലും ഭാര്യ ആയാലും ആരെങ്കിലും തിരഞ്ഞെടുക്കുമ്പോൾ നല്ലതായിട്ട് അനലൈസ് ചെയ്യണം. എപ്പോഴും നമ്മൾ അതിനെ ശരിക്കും മനസ്സിലാക്കി അവരെ മനസ്സിലാക്കിയിട്ട് വേണം. അല്ലാതെ നമ്മളെ കെയറിങ് ചെയ്യുന്നു, അന്ധമായി സ്നേഹം കാണിക്കുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് അവരെ മനസ്സിലാക്കാതെ പോയി നമ്മളിത് ചാടി കൊടുക്കരുത്. എൻ്റെ ഒരു സുഹൃത്ത്, നല്ല സുഹൃത്താണ് അദ്ദേഹം, നല്ലൊരു മനുഷ്യനാണ്. സുഹൃത്തുക്കളെയൊക്കെ ഉപരി നല്ലൊരു സ്നേഹമുണ്ട്. അവരുടെ കുടുംബവുമായിട്ടൊക്കെ നല്ലൊരു ഇടപെടലും സ്നേഹവും ഒക്കെ ഉണ്ട് എനിക്ക് അവരുമായിട്ട്. നല്ല കഴിവുള്ള മനുഷ്യനാണ്, നല്ല വാഗ്മിയാണ്, സംസാരിക്കാൻ കഴിവുണ്ട്, നല്ല മെഡിറ്റേഷനിൽ പവറുള്ള ആളാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ച് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, വിഷമങ്ങൾ, അവസ്ഥകളൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു ഈ പറയുന്ന പോലൊരു ചെറിയ പ്രശ്നം പറ്റി. ഈ പ്രശ്നം പറ്റിയ സമയത്ത് അദ്ദേഹം, അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യനായി നിങ്ങൾക്ക്, ഇത്രയും ഇതുള്ള നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറ്റിയും ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അത് ഞാൻ ആ സമയത്ത് അവരുടെ അവസ്ഥ, എൻ്റെ അവസ്ഥ അതിലും മോശമായിരുന്നു. എന്നെ സ്നേഹിക്കാനോ എന്നെ താങ്ങി നിർത്താനോ എൻ്റെ കൂടെ ഒന്ന് സംസാരിച്ച് നിൽക്കാനോ ആരും ഇല്ലാതിരിക്കുന്ന സമയത്താണ് അവരെത്തിയത്. ആ സമയത്ത് എത്തിയപ്പോൾ അവരെന്നെ താങ്ങി നിർത്തും, കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് ഇയാളുടെ കയ്യിലുള്ള പൈസയും കടം മേടിച്ച പൈസയും ഒക്കെ അവർക്ക് കൊടുത്തു. അവര് അവസാനം പറ്റിക്കുകയായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം റെക്കഗ്നൈസ് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തു. അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ ബലഹീനത, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ളൊരു പ്രശ്നം ഈ വന്നവർ മുതലെടുത്തതായിരിക്കാം. അദ്ദേഹത്തിന് ഫാമിലി ലൈഫിൽ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു ഇഷ്യൂസ് ഉണ്ട്. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് വന്നിട്ട് സ്നേഹം നടിച്ച്, സ്നേഹം അഭിനയിച്ച് പറ്റിച്ചിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പുരുഷനും സ്ത്രീയും എല്ലാവരും ഉണ്ട്. അപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കണം. കൂടുതലും ഈ പെൺകുട്ടികളെയും അല്ലെങ്കിൽ സ്ത്രീകളുടെ അടുത്തേക്ക് വരുന്നതിൻ്റെ ആൾക്കാരുടെ ഒരു കൂടുതലും ലക്ഷ്യം ശാരീരികമായ മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റു ചില ഇതാണോ, കാര്യങ്ങളാണോ? യഥാർത്ഥ സ്നേഹം അറിയണമെങ്കിൽ ഒരുപാട് സമയമൊന്നും അവരോട് സംവദിക്കേണ്ട കാര്യമൊന്നുമില്ല. യഥാർത്ഥ സ്നേഹമായിട്ട്, നിങ്ങളുടെ യഥാർത്ഥ പാർട്ട്ണറായിട്ട്, യഥാർത്ഥ ലൈഫ് പാർട്ട്ണറായിട്ട്, അല്ലെങ്കിൽ സോൾമേറ്റ് ആയിട്ടൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളിന് നിങ്ങൾക്ക് അവരോട് 1 മാസം സംസാരിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അവരുടെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ് എന്ന്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാണ്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വരാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്കിത് വ്യക്തമായിട്ട് അറിയാം. ഇത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എന്താണ് സ്നേഹം, എന്താണ് യഥാർത്ഥ സ്നേഹം, എങ്ങനെയാണ് ആ സ്നേഹം വരുന്നത്. അത് ചിലപ്പം വൺസ് ഇൻ എ ലൈഫ് ഒരാളെ വരത്തുള്ളായിരിക്കും. നമ്മൾ ചിലപ്പം കാലങ്ങളോളം കാത്തിരിക്കുമ്പോൾ, കാലങ്ങളോളം മറ്റ് ബന്ധങ്ങളിലൊന്നും പെടാതെ, മറ്റു കാര്യങ്ങളിലൊന്നും പെടാതെ, നല്ല മനുഷ്യനായിട്ട് വിവാഹമൊന്നും കഴിക്കാതെ ഒക്കെ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ അവർ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളിലും വിട്ടുനിന്ന് മറ്റു പലതിലും എൻഗേജ് ആയി നിൽക്കുന്ന സമയത്തായിരിക്കും അവരുടെ ജീവിതത്തിലേക്ക് ഒരാൾ വരുന്നത്. ആ ആളായിരിക്കും അവരുടെ യഥാർത്ഥ പാർട്ട്ണർ. അയാൾ വന്നു കഴിഞ്ഞാൽ, അല്ല സ്ത്രീ ആയാലും പുരുഷനായാലും ആര് വന്നു കഴിഞ്ഞാലും അവർക്ക് അവരിൽ നിന്ന് കിട്ടുന്ന കരുതലും സ്നേഹവും അവർക്ക് മനസ്സിലാവും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം,
ആള് വിളിച്ചില്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആ ആളിന് എന്ത് പറ്റി എന്നുള്ള ചിന്താഗതി എപ്പോഴും മനസ്സിലുണ്ടാവും. ആ ആള് എന്തെങ്കിലും വയ്യാതായി പോയി കഴിഞ്ഞാൽ അവർക്ക് ചിന്തകൾ ഉണ്ടാവും. ആ ആളിനെ അതേപോലെ കെയർ ചെയ്യുന്നുണ്ടാവും. അത് പുരുഷനും സ്ത്രീയും അങ്ങോട്ടും ഇങ്ങോട്ടും. ചിലപ്പോൾ ആ ആളിന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ആളിന്റെ കോള് വിളിച്ച് വെമ്പുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ അവരത് കെയറിങ് ഒക്കെ അവർക്ക് ഉണ്ടാവും. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതാണ് യഥാർത്ഥ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ സോൾമേറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ആളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വൺസ് ഇൻ എ ടൈം ഒരാളെ വരത്തുള്ളൂ. ചില ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്, എനിക്ക് ആദ്യം ഒരു പ്രേമം ഉണ്ടായിരുന്നു സാറേ, അവൻ എന്നെ തേച്ചിട്ട് പോയി, അത് കഴിഞ്ഞ് പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഞാനിതൊന്നും വേണ്ടാന്ന് വെച്ചിരുന്ന സമയത്ത് അടുത്ത ആളിനോട് സ്നേഹമായിട്ട് വന്നു, കുറെ കാര്യങ്ങൾ ചെയ്തു വന്നു, ഒടുവിൽ അയാൾ എന്നെ തേച്ചിട്ട് പോയി, അവസാനം ഇപ്പം മൂന്നാമത്തെ ആളാണ് അയാളും, പക്ഷെ ഇപ്പം ഇങ്ങനെ പോകുന്നു. അപ്പം 1 പിഴച്ചു, 2 പിഴച്ചു, 3 പിഴച്ചിട്ട് അവർ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം മനുഷ്യന്റെ മനസ്സിനെ അനലൈസ് ചെയ്യാൻ, മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അന്ധമായി സ്നേഹത്തെ വിശ്വസിക്കാതെ യഥാർത്ഥമായി എന്താണെന്ന് അനലൈസ് ചെയ്തിട്ട് സ്നേഹിക്കാൻ ശ്രമിക്കുക. അപ്പോഴായിരിക്കും സ്നേഹത്തിന് നല്ല ഇത് വരുന്നത്. ആളെ മനസ്സിലാക്കി, ആളുടെ അവസ്ഥ മനസ്സിലാക്കി, ആളുടെ എന്താണ് ഇന്റൻഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ അവിടെ ചതിവുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ആരെങ്കിലും ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിച്ചാലും അവർക്ക് മനസ്സിലാവും എന്താണ് ആ ചതിച്ചതിന്റെ കാരണമെന്ന്. പിന്നെ സീരിയസ് റിലേഷൻ ആയിരിക്കും അങ്ങനെയുള്ളതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ എന്നിട്ട് 40കളിലെ പ്രണയം എന്ന് പറഞ്ഞിട്ടത്. 40ന് ശേഷമുള്ള പ്രണയം എപ്പോഴും സീരിയസ് റിലേഷൻസ് ആയിരിക്കും. അതിനകത്ത് ഈ കുട്ടിക്കളി കുഞ്ഞുകളി ഒന്നും വളരെ കുറവാണ്, വളരെ കുറവാണ്, തുച്ഛമായിട്ടുള്ള. അവിടെ പ്രേമമൊക്കെ വളരെ കുറവായിരിക്കും. അവർക്ക് ഈ പറയുന്ന പഞ്ചാരയടി, ചുറ്റിയടി, മരം ചുറ്റി പ്രേമം, അങ്ങനെയുള്ള കറങ്ങൽ, അങ്ങനെയുള്ള ഒന്നും കാണത്തില്ല. അവര് യാഥാസ്ഥിതികമായ കാര്യങ്ങളിലേക്ക്, യാഥാസ്ഥിതികമായ ഇതിലേക്ക് അവരുടെ ചുട്ടക്കൂടിനുള്ളിൽ നിന്നിട്ടൊക്കെ ഉള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് മധുരം കൂടും, മാധുര്യം കൂടും. ഈ ടീനേജിലെ പ്രണയത്തിന് അല്ലെങ്കിൽ കൊച്ചുകുട്ടികളുടെ പ്രണയത്തിന് അതുകൊണ്ടാണ് പെട്ടെന്ന് അവർ മറ്റുള്ളതിലേക്കൊക്കെ പോകാൻ സാധിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഈ വശ്യം ചെയ്യാൻ വേണ്ടി വിളിക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ, പുരുഷനും സ്ത്രീയും കുട്ടികളും വലിയവരും മുതിർന്നവരും പ്രായമുള്ളവരും ഒക്കെ. അപ്പൊ ഞാനും ആലോചിക്കണം, ഇത്രയും ആൾക്കാർക്ക് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടോ, ഇത്രയധികം പ്രശ്നങ്ങളുള്ള എല്ലാവരും ഡിപ്രഷന്റെ അവസ്ഥയിലേക്കാണ്. ശരിക്കും വശ്യകർമ്മങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കണം എന്ന് വിചാരിക്കുന്നത് അതുകൊണ്ടാണ്. ഡിപ്രഷൻ കൂടിയിട്ട് സൂയിസൈഡ് ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവും. ഈ സൂയിസൈഡ് ടെൻഡൻസി കൂടിയിട്ട് ഇവര് പോയി സൂയിസൈഡ് ചെയ്യുകയോ അല്ല അതിനുള്ള അറ്റംപ്റ്റ് നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയ കർമ്മമാണെങ്കിൽ, നമ്മൾ റിസൾട്ട് ആയി കൊടുത്ത കർമ്മം, അല്ലെങ്കിൽ നമ്മൾ റിസൾട്ട് ആകാവുന്ന കർമ്മമാണ്, അത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് വളരെയധികം. അത് എനർജി ലെവലിലായാലും അല്ലാതായാലും. അതുകൊണ്ട് തന്നെയാണ് ഈ വശ്യകർമ്മങ്ങൾ പൊതുവെ നിർത്തണം എന്ന് പറഞ്ഞത്. ഇത് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്, അവരോടനെ വിളിക്കുകയോ ചേട്ടാ നിർത്തല്ലേ, ഞങ്ങൾക്ക് കുറച്ച് ചെയ്യാനുണ്ട്, ഞങ്ങൾ നിങ്ങൾ നോക്കിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പോൾ കർമ്മം ചെയ്യുന്നതിന് ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഡിപ്രഷൻ മുഖത്തിട്ട് ഇവർ പോയി എന്തെങ്കിലും ഒരു ഇത് കാണിച്ചു കൂട്ടിയാൽ അതിൻ്റെ ഒരു അവസ്ഥയോട് നമുക്ക് വളരെ മോശമായിട്ട് വരും. നമ്മുടെ എനർജി ലെവലിലും മാനസികമായിട്ടും നമുക്ക് ഒരുപാട് മോശമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ, ലൈഫ് പാർട്ട്ണർ ആയാലും കാമുകിക ലവർ ആയാലും എന്തായാലും ഒന്നുകൂടി ആലോചിക്കുക. നന്നായി അനലൈസ് ചെയ്തിട്ട്, നന്നായി മനസ്സിലാക്കിയിട്ട് മാത്രം അവരിലേക്ക് കൂടുതൽ അറ്റാച്ച് ആകാൻ ശ്രമിക്കുക. സ്നേഹം കിട്ടാതിരുന്ന, ഒരാളും പോലും സ്നേഹിക്കാതില്ലായിരുന്ന സമയത്ത് ആരെങ്കിലും നല്ല രീതിയിൽ സ്നേഹിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കുക. യഥാർത്ഥ പാർട്ട്ണർ ആണോ എന്ന് മനസ്സിലാക്കുക. യഥാർത്ഥ പാർട്ട്ണറിനെ നമുക്ക് കണ്ടെത്താൻ നല്ല രീതിയിൽ ചിന്തിച്ചാൽ സാധിക്കും. പ്രേമം തെറ്റാണെന്നോ സ്നേഹം തെറ്റാണെന്നോ പറയത്തില്ല, പക്ഷെ സ്നേഹിച്ചിട്ട് പറ്റിച്ചു പോകുന്ന തെറ്റ് തന്നെയാണ്. അത് പുരുഷനായാലും സ്ത്രീ ആയാലും. അങ്ങനെ പോയി സ്നേഹിക്കാൻ പോകരുത്. ഒരാൾക്ക് വാക്ക് കൊടുത്ത് നിന്നെ ഞാൻ ജീവിതകാലം മൊത്തം സ്വീകരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് വഞ്ചിച്ചിട്ട് പോയിട്ട് മറ്റൊരാളുടെ പോകുന്നതിനെ ഒരിക്കലും അത് ഒരു നല്ല കാര്യമായിട്ട് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ല. എന്തായാലും നന്മയുണ്ടാവട്ടെ, സ്നേഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.